ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ മുണ്ടക്കൈ ചൂരൽമലയുടെ പശ്ചാത്തലത്തിൽ ശേഖരിച്ച തുകയാണ്. ആ ദുരിത നിവാരണത്തിന് വേണ്ടിയിട്ട് ശേഖരിച്ച തുകയിൽ 688 കോടി കിട്ടിയതിൽ 7 കോടിയെ ചിലവാക്കിയിട്ടുള്ളൂ. അത് വേറെ എവിടെയും ചിലവാക്കാൻ പറ്റില്ല. ആ പണം മുണ്ടക്കൈ ചൂരൽമലയ്ക്ക് വേണ്ടിയിട്ട് പിരിച്ചതാണ്, ലോകം മുഴുവൻ നിന്ന് പിരിച്ചതാണ്. ആ പണം എന്താ? ആ പണം ഇതുവരെ ആകെ 7 കോടി എന്ന് പറഞ്ഞാൽ 1%. 658 കോടിയിൽ 1% തുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചെലവാക്കിയിട്ടുള്ളത്. ബാക്കി ചെലവാക്കുന്നതിനെക്കുറിച്ച് ഒരു പ്ലാനും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. സംസ്ഥാന ദുരന്ത നിവാരണത്തിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരുകൾക്കാണ് എന്നാണ് ഈ രാജ്യത്തെ നിയമം പറയുന്നത്. ഞാൻ പറയുന്നതല്ല, രാജ്യത്തെ നിയമം. ആ നിയമം ഉണ്ടാക്കിയത് നരേന്ദ്രമോദി സർക്കാരുമല്ല. ആ നിയമം ഉണ്ടാക്കിയത് 2005 ഇടതുപക്ഷം കൂടി ഭാഗമായിരുന്ന UPA സർക്കാരാണ്. അന്നുണ്ടാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദുരന്ത നിവാരണ നിയമവും അതിൻ്റെ മാനദണ്ഡങ്ങളും ഒക്കെ നിശ്ചയിച്ച് ഇപ്പോഴും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് ദുരന്ത നിവാരണത്തിൻ്റെ അടിസ്ഥാന ധാരണ ഇല്ലാത്തത് ആഭ്യന്തരമന്ത്രിക്കല്ല, പകരം സംസ്ഥാന മുഖ്യമന്ത്രിക്കാണ് എന്നുള്ളത് നിയമം അറിയുന്ന ആളുകൾക്കൊക്കെ ബോധ്യമാകും. അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ചില ചോദ്യങ്ങളും ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഹൈക്കോടതി ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ആ ചോദ്യത്തിന് മുഖ്യമന്ത്രി ഇന്നലെയും ഉത്തരം പറഞ്ഞിട്ടില്ല. ഹൈക്കോടതി ചോദിച്ചത് സംസ്ഥാനത്തെ വിവിധ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ എത്ര കമ്മിറ്റ്മെൻ്റ് ആണുള്ളത്? നിങ്ങളുടെ കൈവശമുള്ള തുക ഇത്രയാണ്, അതിൽ ഇതിനകം കമ്മിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ചെയ്യണമെന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര തുക വേണ്ടി വരും? ഹൈക്കോടതിയിൽ പറയാൻ പറ്റിയില്ല, മുഖ്യമന്ത്രിക്ക് ഇന്നലെയും പറയാൻ പറ്റിയില്ല. മുഖ്യമന്ത്രി പറയുന്നത് അതിന് ഇനിയും ഒരാഴ്ച സമയം വേണമെന്നാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഈ വർഷം ഉണ്ടായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ എത്രയാണ്, അതിന് ഉണ്ടായിട്ടുള്ള നാശനഷ്ടം എത്രയാണ്, അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ, അതിന് വേണ്ടിയിട്ട് എന്ത് ചെലവ് വരും എന്നുള്ളത് ഇപ്പോഴും മുഖ്യമന്ത്രിക്ക് പോലും ധാരണയില്ല എന്നുള്ളതാണ്. കാരണം റവന്യൂ വകുപ്പിൻ്റെ കയ്യിൽ പോലും ആ കണക്കില്ലാത്തതാണ് കാരണം. അപ്പോൾ പിന്നെ ഈ കരുതലും കൈത്താങ്ങും എന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥം? എന്താണ് കേരളത്തിലെ ഈ വിഷയത്തിലുള്ള സാഹചര്യം, എന്താണ് നിലവിലുള്ള സ്ഥിതി എന്നുള്ളതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് പോലും സംസ്ഥാന റവന്യൂ വകുപ്പിന് പോലും വ്യക്തമായിട്ടുള്ള ധാരണയില്ല എന്നുള്ളതല്ലേ അത് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, വയനാടിന് എത്ര തുക കൊടുത്തു, ഇനി എത്ര കൊടുക്കാൻ കഴിയും, ഇതാണ് ഹൈക്കോടതി ചോദിച്ചത്. അതാണ് എനിക്ക് ചോദിക്കാനുള്ള രണ്ടാമത്തെ കാര്യം. മുഖ്യമന്ത്രിക്ക് ആ കാര്യത്തിലും ഇന്നലെ വ്യക്തതയില്ലായിരുന്നു. 677 കോടി സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിലുണ്ട്. അതിൽ നിന്ന് എത്ര, ഉദാഹരണത്തിന് വീട് വെക്കാൻ അനുവദിക്കാൻ കഴിയുന്ന 1.25 ലക്ഷം ആണ് എന്നുണ്ടെങ്കിൽ, ആ 1.25 ലക്ഷത്തിന് പുറമെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള തുക കൂടി ചേർത്ത് കഴിയായിരുന്നല്ലോ നൽകാൻ. എന്തുകൊണ്ട് കൊടുക്കാൻ തീരുമാനിക്കുന്നില്ല? എന്തുകൊണ്ട് ആ കാര്യത്തിൽ വ്യക്തതയില്ല? മൂന്നാമത്തെ ചോദ്യം, മുഖ്യമന്ത്രി പറഞ്ഞു ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൻ്റെ 13ാം വകുപ്പ് പ്രകാരം ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളണം എന്ന് കേന്ദ്രത്തിന് കൊടുത്തിട്ടുള്ള നിവേദനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചോദ്യം, എത്ര കടം ആണ് എഴുതി തള്ളാനുള്ളത്? സർക്കാരിൻ്റെ കയ്യിൽ കണക്കുണ്ടോ? മിനിയാന്ന് വരെ SLBCക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു കണക്കും സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടില്ല. കാരണം SLBCക്ക് കൊടുക്കാൻ റവന്യൂ വകുപ്പിൻ്റെ കയ്യിൽ കണക്കില്ല. അപ്പോൾ എഴുതി തള്ളണമെന്ന് പറയുന്നു, പക്ഷേ എത്രയാണ് എഴുതി തള്ളേണ്ട തുക? എത്രയാണ് സംസ്ഥാനത്ത് അല്ലെങ്കിൽ വയനാട്ടിൽ ദുരന്തത്തിനിരയായിട്ടുള്ള ആളുകൾക്ക് കടം എത്രയുണ്ട്? അറിയില്ല. അതേസമയത്ത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിട്ടുണ്ട്, സ്വർണ്ണപ്പണയം വെച്ച ഒരു മുൻ MLAയുടെ ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മുൻ MLAയുടെ
കടം വീട്ടാൻ വേണ്ടിയിട്ട്, കുടുംബത്തിൻ്റെ കടം വീട്ടാൻ വേണ്ടിയിട്ട് അത് സംസ്ഥാന സർക്കാരിൻ്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വയനാട്ടിലെ ദുരന്ത ബാധിതരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കടങ്ങൾ എത്രയുണ്ട് എന്നുള്ള പ്രാഥമികമായിട്ടുള്ള കണക്കെടുപ്പ് പോലും നടത്താതെയാണ് ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൻ്റെ 13-ാം വകുപ്പ് ഉദ്ധരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് നിവേദനം കൊടുക്കുന്നത്. നാലാമത്തെ ചോദ്യം, മുഖ്യമന്ത്രി പറയുന്നു, നാലാമത്തെ പോയിന്റ്, മുഖ്യമന്ത്രി പറയുന്നു PDNA തയ്യാറാക്കാൻ 3 മാസം എടുത്തു. ശരി, എല്ലാ വകുപ്പുകളും ചേർന്ന് 583 പേജ് ഉണ്ട്, സമ്മതിച്ചു. പക്ഷേ 583 പേജുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ 3 മാസം എടുത്തു. അത് പഠിച്ച് തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് 1 മാസം പോലും കൊടുക്കില്ല. നവംബർ 13-നാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്, PDNA, പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ്. ഇന്ന് തീയതി 10-ാം തീയതി ആയിട്ടുള്ളൂ. 4 ആഴ്ച. ഈ 4 ആഴ്ച കഴിയുന്നതിന് മുൻപേ തയ്യാറാക്കാൻ 3 മാസം എടുത്ത റിപ്പോർട്ട് അത് പഠിച്ച് വിവിധ വകുപ്പുകളിലൂടെ കടന്നുപോയി അത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിന് 4 ആഴ്ച പോലും അനുവദിക്കില്ല. അതിനു മുമ്പ് മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ദുരന്ത നിവാരണത്തെക്കുറിച്ച് അടിസ്ഥാന ധാരണയില്ല എന്നുള്ള വിലയിരുത്തൽ നടത്തി ജനങ്ങളോട് പറയുകയാണ്. ഇത് രാഷ്ട്രീയ പ്രേരിതല്ലെങ്കിൽ വേറെ എന്താ? മാത്രമല്ല, ഇന്നലെ പല ചാനൽ ചർച്ചകളിലും, ഇന്നലെ മാത്രമല്ല ഇതിനു മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ ഈ ഇടതുപക്ഷത്തിൻ്റെ വക്താക്കൾ വന്നിട്ട് പറയുന്നത് ഞങ്ങൾ മാത്രമാണ് PDNA തയ്യാറാക്കിയിട്ടുള്ളത്, രാജ്യത്താദ്യമായിട്ട് കേരളത്തിലാണ് PDNA തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് സ്ഥിരമായിട്ട് പറയുന്ന ചില കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുത്ത് നൽകുന്നതിൻ്റെ 25% സംസ്ഥാനം വഹിക്കുന്നു, അത് ഞങ്ങൾ മാത്രമാണ് നടത്തുന്നത്. രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കഴക്കൂട്ടത്ത് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഇരിക്കുന്ന വേദിയിൽ ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നൽകിയിട്ടുള്ള കണക്കുകൾ കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഞങ്ങൾ മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഞാനൊരു ഉദാഹരണം പറയാം. ഹിമാചൽ മുഖ്യമന്ത്രി സുഖ്വിന്ദർ സുഖു, അദ്ദേഹം ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹം കള്ളം പറയുകയാണോ എന്നാണ് പിണറായി പറയേണ്ടത്. അദ്ദേഹം നേരിട്ട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ PDNA കൊടുത്തിട്ടുണ്ട്, അവിടുത്തെ ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ PDNA കൊടുത്തിട്ടാണ്, ഞങ്ങൾക്ക് കിട്ടിയത് ആവശ്യത്തിന് കിട്ടിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ PDNA കൊടുത്തത് ഞങ്ങൾ മാത്രമാണ്, ഇതുവരെ വേറെ ആരും PDNA കൊടുത്തിട്ടില്ല എന്നൊക്കെയുള്ള അവകാശവാദം. ഈ അവകാശവാദങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എക്കാലവും വില പോവില്ല. 5-ാമത്തെ കാര്യം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇനി വാദത്തിന് വേണ്ടിയിട്ട് PDNA കൊടുത്തു, PDNA കൊടുത്തു, അടുത്ത ദിവസം കേന്ദ്രം ആ പണം അനുവദിച്ചുകൊണ്ടിരിക്കട്ടെ. എന്തിനാ PDNA-യിൽ അനുസരിച്ചിട്ട് പണം അനുവദിക്കുന്നത്? പണം അനുവദിക്കുന്നത് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ. പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ വീടടക്കം പണിയണം. വീട് പണിയാനുള്ള സ്ഥലം സർക്കാർ എവിടെയാണ് കണ്ടെത്തിയിരിക്കുന്നത്? ഈ പുനർനിർമ്മിക്കാനുള്ള സ്ഥലം ഇതുവരെ സംസ്ഥാന സർക്കാരിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ പണി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. അതിൻ്റെ പേരിൽ അവരൊരു സ്ഥലം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു, അതിൻ്റെ പേരിൽ കേസ് നടക്കുന്നു. ആ കേസ് കാരണം ആ നടപടി മുഴുവൻ തടസ്സപ്പെട്ടിരിക്കുന്നു. പക്ഷേ പണം ഞങ്ങൾക്ക് വേണം. എവിടെയാണ് പണിയാൻ പോകുന്നത് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഇത് ജനങ്ങളെ ഈ പണി എടുക്കുന്നതിന്, സ്ഥലം തയ്യാറാക്കുന്നതിന് കേന്ദ്രത്തിൻ്റെ പണം അനുവദിക്കുന്നത് വരെ കാത്തു നിൽക്കണോ? സ്ഥലം നേരത്തെ തന്നെ തയ്യാറാക്കിയതിന് ശേഷം കേന്ദ്രം അനുവദിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം പണി തുടങ്ങാം. പക്ഷേ അതിന് തയ്യാറില്ല. മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ മുണ്ടക്കൈ ചൂരൽമലയുടെ പശ്ചാത്തലത്തിൽ ശേഖരിച്ച തുകയാണ്. ആ ദുരിത നിവാരണത്തിന് വേണ്ടിയിട്ട് ശേഖരിച്ച തുകയിൽ 688 കോടി കിട്ടിയതിൽ 7 കോടിയെ ചിലവാക്കിയിട്ടുള്ളൂ. അത് വേറെ എവിടെയും ചിലവാക്കാൻ പറ്റില്ല. ആ പണം മുണ്ടക്കൈ ചൂരൽമലയ്ക്ക് വേണ്ടിയിട്ട് പിരിച്ചതാണ്, ലോകം മുഴുവൻ നിന്ന് പിരിച്ചതാണ്. ആ പണം എന്താ? ആ പണം ഇതുവരെ ആകെ 7 കോടി എന്ന് പറഞ്ഞാൽ 1%. 658 കോടിയിൽ 1% തുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചിലവാക്കിയിട്ടുള്ളത്. ബാക്കി ചിലവാക്കുന്നതിനെക്കുറിച്ച് ഒരു പ്ലാനും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. മാത്രമല്ല, മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കേരളത്തോട് രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തോട് രാഷ്ട്രീയ വിവേചനമാണ് കാണിക്കുന്നതെങ്കിൽ, രാഷ്ട്രീയം വിവേചനം കാണിക്കുന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ BJP ആയതുകൊണ്ടാണല്ലോ. കേന്ദ്ര സർക്കാർ BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വിവേചനമാണ് കാണിക്കുന്നതെങ്കിൽ BJP ഭരിക്കുന്ന 6 സർക്കാരുകൾ അല്ലെങ്കിൽ ദേശീയ
ജനാധിപത്യ സഖ്യം ഭരിക്കുന്ന സർക്കാരുകൾ മധ്യപ്രദേശ് 20 കോടി കൊടുത്തു, ഛത്തീസ്ഗഡ് 15 കോടി കൊടുത്തു, മഹാരാഷ്ട്ര 10 കോടി കൊടുത്തു, ഉത്തർപ്രദേശ് 10 കോടി കൊടുത്തു, ആന്ധ്ര 10 കോടി കൊടുത്തു, ഒറീസ 5 കോടി കൊടുത്തു. അങ്ങനെ ഏതാണ്ട് 170 കോടി 70 കോടി രൂപ ഈ BJPയും ദേശീയ ജനാധിപത്യ സഖ്യവും ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കൊടുത്തു. രാഷ്ട്രീയ വിവേചനമാണെങ്കിൽ ഈ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു ബാധ്യതയില്ലായിരുന്നു.